ഇവൻ സ്വന്തമായി ഒരു പവർഫുൾ ആയ റൈഫൽ ഉണ്ടാക്കി. തുടർന്ന് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലക്ഷ്യസ്ഥാനത്തിന് പുറകിൽ നിന്നും പുക വരുന്നത് കണ്ട് ആശയക്കുഴപ്പത്തിലായി. അവന്റെ ടീം അവിടെ പോയി നോക്കിയപ്പോൾ ബുള്ളറ്റ് പതിച്ച കോൺക്രീറ്റ് ഭിത്തി തുളച്ച് അതിന് പിന്നിലായ ഒരു വലിയ ദ്വാരമുണ്ടായി എന്ന് മാത്രമല്ല, അതിന് പിന്നിലെ കെട്ടിടത്തിൽ പോലും ആ വെടിയുണ്ട തുളച്ചു കയറി. ശേഷം തോക്കിന്റെ ശക്തി ഇനിയും കൂട്ടാനായി അവൻ അതിന്റെ ബാറ്ററി മാറി. ഒപ്പം താൻ വെടിവെക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ കൂട്ടുകാരനോട് ആവശ്യപ്പെട്ടു. ഇത്തവണ അവൻ ദൂരെ ഉണ്ടായിരുന്ന ഒരു പാലത്തെ ലക്ഷ്യമാക്കി നിറയൊഴിക്കുകയും നിമിഷ നേരത്തിൽ അത് തകർന്നു വീണു. തുടർന്ന് അവൻ ഇത് വലിയ വിലയ്ക്ക് വിൽക്കാമെന്ന പദ്ധതിയോടെ മിലിറ്ററിക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു. പക്ഷേ വീഡിയോ കണ്ടതുകൊണ്ടായില്ലെന്നും തനിക്കിത് നേരിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നും ഓഫീസർ അവനോട് പറഞ്ഞു. തുടർന്ന് അവൻ ബാഗിൽ നിന്നും കളിപ്പാട്ടം കണക്കൊരു തോക്ക് പുറത്തെടുത്തത് കണ്ടപ്പോൾ ഓഫീസർ വല്ലതും നടക്കുമോ എന്ന മട്ടിൽ അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. പക്ഷേ അലക്സ് ശാന്തനായിരുന്നു. അവൻ ടാങ്ക് ലക്ഷ്യമാക്കി ട്രിഗർ വലിച്ചതും വലിയ സ്ഫോടനത്തോടെ ടാങ്ക് പൊട്ടി തരിപ്പണമായി. ഇത് കണ്ടതും ഓഫീസർ ഒന്നും മിണ്ടാനാവാതെ അത്ഭുതപ്പെട്ടു നിന്നു. അവൻ ഉടൻ തന്നെ ആയുധത്തിന്റെ വില ചോദിച്ചതും 900 കോടി എന്നായിരുന്നു അലക്സിന്റെ മറുപടി. ഓഫീസർ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന് സമ്മതം മൂളി പിറ്റേ ദിവസം ഡീല് നടത്താമെന്ന് തീരുമാനിച്ചു. പക്ഷെ അവൻ പോയതും ഓഫീസർ തന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിച്ചതൊന്നും അലക്സ് അറിഞ്ഞില്ല. അടുത്ത ദിവസം ഇടപാടിനുള്ള സമയമായി. താനൊരു കോടീശ്വരനാകാൻ പോകുന്നു എന്ന സന്തോഷത്തോടൊപ്പം തന്നെ ഓഫീസർ തന്നെ ചതിക്കുമോ എന്ന ആശങ്കയും അവനിൽ നിറഞ്ഞിരുന്നു. അതിനാൽ സുരക്ഷയ്ക്കായി ആയുധവും അതിന്റെ വിവരങ്ങളും തന്റെ ടീമിനെ ഏൽപ്പിച്ചു. പക്ഷെ അവിടേക്ക് ചെന്നതും തന്നെ ചതിക്കുഴിയിലാക്കി ആയുധം തട്ടിയെടുക്കാനാണ് അവളുടെ പ്ലാൻ എന്ന് അവൻ മനസ്സിലാക്കി. തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും തന്റെ കുടുംബത്തെയും കിഡ്നാപ്പ് ചെയ്തു എന്ന് അലക്സ് അറിഞ്ഞതും വേറെ വഴികളില്ലാതെ അവൻ ടീമിനെ വിളിച്ച് ആയുധങ്ങൾ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. തുടർന്ന് എല്ലാം ഉറപ്പുവരുത്തിയ ശേഷം ഓഫീസർ അലക്സിനെയും കുടുംബത്തെയും വെറുതെ വിട്ടു. പക്ഷെ അലക്സ് വെറുതെ വിടാൻ തയ്യാറല്ലായിരുന്നു. അവനും കൂട്ടാളികളും ഒരു ഉയർന്ന ബിൽഡിങ്ങിന് മുകളിൽ കയറിയിട്ട് ആയുധത്തിൽ നേരത്തെ തന്നെ ഘടിപ്പിച്ച ട്രാക്കർ വഴി ഓഫീസറുടെ കാർ ട്രാക്ക് ചെയ്യാൻ ആരംഭിച്ചു. കാർ കൃത്യസ്ഥലത്തെത്തിയതും അവൻ രണ്ടാമതായി കണ്ടുപിടിച്ച റൈഫിൾ പുറത്തെടുത്തു. അതും കളിപ്പാട്ടം പോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ആദ്യത്തേതിലും ശക്തമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ അതെടുത്ത് പ്രയോഗിക്കുകയും ആ കാർ നടുവേ കീറിവിട്ടു. ശക്തമായ സ്ഫോടനത്തിൽ ആ ഓഫീസറും ആയുധത്തിന്റെ വിവരങ്ങളും പൂർണ്ണമായി നശിച്ചു. ശേഷം അവിടെ നിന്ന് പോരാ നേരം ഒരു പോലീസർ അവനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തെങ്കിലും വളരെ ശാന്തമായ മറുപടി കൊടുത്ത് അവൻ ഈസിയായി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ അലക്സ് കുടുംബത്തെയും കൂട്ടി മറ്റൊരു നഗരത്തിലേക്ക് മാറി സന്തോഷകരമായ പുതിയൊരു ജീവിതം തുടങ്ങി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.